ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ടെൻഷനോടുകൂടി ഇരിക്കുകയാണ്. ആ സമയത്ത് ശ്രുതി വാഷ്റൂമിൽ പോയിട്ടൊക്കെ വരികയായിരിക്കും കേട്ടോ. അപ്പോൾ ശ്രുതിയെ ഈ അവസ്ഥയിൽ കാണുമ്പോൾ എന്താ ഇപ്പോൾ ഇങ്ങനെ ടെൻഷൻ അടിക്കാനെന്ന് ചോദിക്കും. അപ്പോൾ ശ്രുതി പറയും, നമ്മളായിരുന്നു ശ്രുതി വിൻ ചെയ്യേണ്ടിയിരുന്നതെന്ന്. ശ്രുതിക്ക് ടെൻഷൻ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, എനിക്ക് ടെൻഷൻ ഇല്ലായിട്ടൊന്നല്ല, പക്ഷേ നമ്മൾ നല്ല കപ്പിളല്ല എന്ന് തീരുമാനിക്കുന്നത് ജഡ്ജസ് അല്ലല്ലോ എന്ന് ചോദിക്കാട്ടോ. അവിടെ വന്നിരിക്കുന്ന ജഡ്ജസ് ഒക്കെ ലോക്കൽസാ, എന്നെയൊക്കെ ജഡ്ജ് ചെയ്യാനുള്ള വിവരം പോലും അവർക്കില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, നമ്മൾ വിജയിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാ ഞാൻ പോവണ്ട എന്ന് പറഞ്ഞത്. വീട്ടിലിരിക്കുമ്പോഴെങ്കിലും നമ്മൾ നല്ല കപ്പിൾസ് ആണെന്ന് ഇവിടുത്തെ ആന്റിക്കെങ്കിലും അറിയായിരുന്നു. ഇപ്പോ സച്ചിൻ രേവതിയും വിൻ ചെയ്തതോട് കൂടിയിട്ട് ആന്റിയുടെ ആ മതിപ്പങ്ങ് പോയി കിട്ടി എന്ന് പറയാണ്. അപ്പോൾ ആ ടെൻഷനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ കൈ പിടിച്ചിട്ട് ശ്രുതിയുടെ മുഖത്ത് ഇങ്ങനെ വെക്കുക. എന്നിട്ട് പറയും, നീ എൻ്റെ ഭാഗ്യാണ്, നിന്നെ എനിക്ക് തന്നെ കിട്ടിയത് എൻ്റെ ഒരു ഭാഗ്യാണ് ശ്രുതി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട്, ശ്രുതി ഇത് ആത്മാർത്ഥമായിട്ടാണോ പറയുന്നതെന്ന്. പിന്നല്ലാതെ നിന്നെ കിട്ടിയതാണ് എൻ്റെ ഭാഗ്യം, നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വരെ എത്തില്ലായിരുന്നു. എനിക്ക് വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്ന് അറിഞ്ഞിട്ടും നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. എൻ്റെ ചെറിയ ചെറിയ കള്ളത്തരങ്ങളൊക്കെ ക്ഷമിച്ച് നീ എൻ്റെ കൂടെ നിന്നു, സപ്പോർട്ട് ചെയ്തു. ഇന്ന് ഞാനൊരു ബിസിനസ്മാനാ, അതിന് കാരണവും നീയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട്, അത് പിന്നെ ശ്രുതി, നീ നിന്റെ അച്ഛന്റെ ക്യാഷ് കൊണ്ടല്ലേ ബിസിനസ് നടത്തുന്നതെന്ന്. അതെ, പക്ഷേ നീലിമയുടെ കയ്യിൽ കിട്ടിയ ക്യാഷ് നീയല്ലേ എനിക്ക് നേടി തന്നത്, അത് നിന്റെ ഒരു ബുദ്ധിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ആ എന്ന് പറയാണ്. എന്നിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ, നിനക്ക് ഞാനൊരു നല്ല ഹസ്ബൻഡ് അല്ലേ എന്ന്. ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മൾ തന്നെയാ ബെസ്റ്റ് കപ്പിള്. പക്ഷേ ആ ജഡ്ജസ് പറഞ്ഞതിൽ എനിക്ക് ചെറിയൊരു വ്യക്തത കുറവുണ്ട്. നമ്മൾ വഴക്കുണ്ടാക്കാത്തതിന് കാരണം നമ്മൾ എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ടെന്നും എന്തൊക്കെയോ രഹസ്യം ഉണ്ടെന്നല്ലേ അവർ പറയുന്നത്. എനിക്കൊരു രഹസ്യമില്ല, ഞാൻ ആരോടും മറച്ചു വെക്കുന്നുമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി ആകെ പരിങ്ങി നിൽക്കുക കേട്ടോ. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ ശ്രുതിയുടെ അടുത്ത് നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് എന്നാണോ ശ്രുതിയുടെ വിചാരം എന്ന് ചോദിക്കുമ്പോൾ, അയ്യേ അങ്ങനെയല്ല, ഞാൻ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, അത് നിന്നോട് മറച്ചു വെച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ പിന്നീട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നീ അങ്ങനെയല്ല, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ആകപ്പാടെ വല്ലാതാവാനായിട്ടാ നമ്മുടെ ശ്രുതി. എന്നിട്ടും അവര് പറഞ്ഞത് കേട്ടില്ലേ നീ, അവരവരുടെ ഭാര്യയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മറച്ചു പിടിക്കുന്നുണ്ടാവും, അതായിരിക്കും അവരങ്ങനെ പറഞ്ഞെന്ന് പറയാട്ടോ ശ്രുതിയുടെ അടുത്ത്. അപ്പൊ തന്നെ കൂടെ ഇരുന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, ശ്രുതി എന്തൊക്കെ പറഞ്ഞാലും നീ എൻ്റെ നല്ലൊരു ഭാര്യയാണ്, നമ്മൾ തമ്മിൽ പരസ്പരം മറച്ചു വെക്കാത്ത ഓപ്പൺ ബുക്കാണ് അല്ലേ ശ്രുതി എന്നൊക്കെ പറയുമ്പോൾ ശ്രുതിക്ക് ആകെ പരിങ്ങിയ മട്ട് തന്നെയാണ് കേട്ടോ.